കുഞ്ഞു കൊച്ചുമായിട്ട് ഈ വൈറ്റില ജംഗ്ഷനിൽ ഒരു സ്ത്രീ ഭിക്ഷ തിണ്ടുകയാണ്. അതിനിടയിൽ ഇവർ നേരെ തിരിഞ്ഞ് കൊച്ചി ഇങ്ങനെ ഈ എളിയിലിരിക്കുന്ന കൊച്ചിൻ്റെ ഒറ്റയടി ഇങ്ങനെ കൈ നിവർത്തി ഇങ്ങനെ കൊടുക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടു. 3 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. സോ അതിലെ ഒന്ന് രണ്ട് ദൃശ്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആദ്യം അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഈ പാതിരാത്രി സമയത്ത് ഈ കൊതുകുവലകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളെ തേടി എന്തുതരം ആപത്തുകളാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്തായാലും എന്താണ് ആ കുഞ്ഞിന് സംഭവിക്കുന്നത് അറിയാൻ എനിക്കൊരു ജിജ്ഞാസയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മണി സമയമായപ്പോഴത്തേക്ക് ഞാൻ ലുങ്കിയൊക്കെ എടുത്ത് ഒരു കിറ്റൊക്കെ എടുത്ത് ഒരു തറ വിരിച്ച് കിടക്കാനുള്ള പേപ്പറൊക്കെ ആയിട്ട് ഈ ഭിക്ഷാടകരോടൊപ്പം ആ പാലത്തിനടിയിൽ രാത്രി ഒന്ന് കിടന്നു നോക്കാം. കുട്ടികളുമായിട്ട് ഞങ്ങൾ CWC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വിൽസൺ ജോസഫ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി അനന്തര നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ള അദ്ദേഹം നമ്മളോട് പറയുന്നത്. കുട്ടികളെ ഇവിടെ കടവന്തറ പോലീസ് CWC മുമ്പാകെ ഏകദേശം 4:30 മണി സമയത്ത് ഹാജരാക്കുകയും ഇപ്പോൾ കുട്ടികളെല്ലാം വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കാണപ്പെട്ടത്. മോശമായ വസ്ത്രങ്ങളും ആകെ കുളിച്ചിട്ടൊക്കെ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ്. അമ്മമാർ കൊച്ചിനെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചു. ഈ അവസരത്തിൽ അവർ കുട്ടികളുമായിട്ട് പോകുന്നത് കുട്ടികളുടെ സുരക്ഷിതത്തിന് ഒട്ടും നല്ലതല്ലാത്തതുകൊണ്ട് കുട്ടികളെ നമ്മളിപ്പോൾ സേഫായിട്ട് ഇവിടെ സ്നേഹിതയിൽ നമ്മൾ കുട്ടികളെ ഷെൽട്ടർ ചെയ്തിരിക്കുകയാണ്. അതായത് ഭിക്ഷാടന മാഫിയയെ അവരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയും അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതിന് മുൻകൈയെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് TV19 കേരള എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിൽ. ആ ചാനലിൻ്റെ നടത്തിപ്പുകാരനും ഇദ്ദേഹമാണെന്ന് തോന്നുന്നു. അതിൽ ജെയിംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പും ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. ഈ കുട്ടികളെ ഭിക്ഷാടന മാഫിയകൾ കടത്തിക്കൊണ്ടുവന്ന് ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടതിന് മുമ്പും അദ്ദേഹം ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകൻ ആരെന്ന് ചോദിച്ചാൽ, സ്വന്തം ജീവൻ പോലും റിസ്കിലാക്കിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടെങ്കിൽ അത് ജെയിംസ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകൻ ഇദ്ദേഹമാണ്. ദയവ് ചെയ്ത് പ്രേക്ഷകർ ഇദ്ദേഹത്തിൻ്റെ TV19 കേരള എന്ന് പറയുന്ന ചാനൽ ഒന്ന് കാണണം. ആ ചാനലിൽ ഏറ്റവും ഒടുവിൽ ഒരു 3 ദിവസം മുമ്പ് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഭിക്ഷാടക കുട്ടിയുടെ മുഖത്താകെ കരുതേച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടൈറ്റിലോട് കൂടിയിട്ട്. അതിനകത്ത് ഈ എറണാകുളം ജില്ലയിൽ ഈ ഭിക്ഷാടന മാഫിയകൾ എങ്ങനെയാണ് കുട്ടികളെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതായത് വേഷം മാറി ഇവര് പകൽ സമയം മുഴുവൻ കുട്ടികളെ ഉപയോഗിച്ച് നാട് മുഴുവൻ തെണ്ടി നടക്കുന്ന ഈ കൂട്ടര് രാത്രിയിൽ കുട്ടികളെ ഒട്ടും വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് കൊണ്ട് കിടത്തുന്നത്. അതിനുശേഷം ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇവരിൽ ഒരാളായി വേഷം മാറി ക്യാമറയും കൊണ്ട് ആ നമ്മുടെ എറണാകുളത്ത് കടന്നു പോകുന്ന ഫ്ലൈ ഓവറുകളുടെ അടിയിൽ പോയി കിടന്ന് മണിക്കൂറുകളോളം രാത്രിയിൽ കിടന്ന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി പിന്നെ ഇവരുമായിട്ട് ഇവരുടെ ഇടയിൽ പെട്ടുപോകുന്നുണ്ട്. ഇവരെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷവും നിർത്താതെ അദ്ദേഹം പിറ്റേ ദിവസവും ഇവരെ ഫോളോ ചെയ്ത് ഇവരുടെ ഓരോ പ്രവർത്തികളും ജീവൻ പണയപ്പെടുത്തി ക്യാമറയിൽ ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക മാത്രമല്ല, വെറുതെ 4 വ്യൂവിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മാധ്യമ പ്രവർത്തനമല്ല, ചെയ്യുന്ന ജോലിയിലെടുത്ത് ഇത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് അതിനെ നിരന്തരമായിട്ട് ആ ഒരു വിഷയത്തിൽ ഫോളോ ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിച്ചു. അതാണ് എനിക്ക് ഇദ്ദേഹത്തോട് ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പെക്ട് തോന്നുന്നത്. ഇദ്ദേഹത്തെ സഹായിക്കാൻ ആരുമില്ല. ഇദ്ദേഹം ഒരു ബസ്സിനകത്ത് ഇവരെല്ലാരും കൂടെ കയറി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇവർക്ക് മനസ്സിലായി പിടിപെട്ടു എന്ന്. ഇവരെങ്ങനെയെങ്കിലും മുങ്ങാൻ നോക്കുമ്പോൾ ഇദ്ദേഹം ആ ബസ്സിൽ കൂടെ കയറുന്നുണ്ട്. ആ ബസ്സിനകത്ത് പലരിടത്തും അതേ നിങ്ങൾ പോലീസിനെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിനെ സത്യത്തിൽ സഹായിക്കാനില്ല. മീശ വെച്ച കുറെ എണ്ണമൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ആരും സഹായിക്കാനില്ല. ഈ കാണുന്ന 2 പേര്, ഒന്ന് കുഞ്ഞു മുഹമ്മദ്, മറ്റൊന്ന് ആൽബിൻ. വളരെ ചെറുപ്പമാണ് ആൽബിൻ. അപ്പോൾ ഈ ആൽബിനും കുഞ്ഞു മുഹമ്മദ് ഇദ്ദേഹവുമാണ് ആകെ ഈ മനുഷ്യനെ സഹായിക്കാനായിട്ട് വന്നത് കേട്ടോ. നിങ്ങൾക്ക് നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ആരെങ്കിലും ഒരാൾ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തി മുന്നോട്ട് വരുമ്പോൾ കൂടെ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന് പലപ്പോഴും തോന്നും, പക്ഷെ ആരും കാണാറില്ല. ഇവിടെ ഈ 2 പേര് ഈ ജെയിംസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് സപ്പോർട്ടായിട്ട് അവസാനം എത്തി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ജെയിംസ് അദ്ദേഹം ചെയ്ത കാര്യം ഈ ഒരു കാര്യങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തി നമ്മളെ കാണിക്കുക മാത്രമല്ല, അദ്ദേഹം പോലീസിനെ അറിയിച്ചു. പോലീസുകാർ അവിടെ എത്തി ഈ ഭിക്ഷാടന മാഫിയയിലുള്ള എല്ലാവരെയും നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്.
അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ കുട്ടികളെയും അമ്മമാരെയും കൂടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എറണാകുളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അവിടേക്ക് പോകുന്നുണ്ട്. സോ ജെയിംസ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിച്ചു 2-3 ദിവസം. ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് കുറെ കാലമായിട്ട് പുള്ളി ഈ ഒരു ഭിക്ഷാടന മാഫിയകൾക്കെതിരെയും കുട്ടികൾ അവിടെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നതിനെതിരെയുമായിട്ട് അദ്ദേഹം ശബ്ദിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഒരു കേസിൽ അദ്ദേഹം 2-3 ദിവസത്തിന്റെ പുറകെ തന്നെയാണ് ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്തു, ചൈൽഡ് വെൽഫെയറിന്റെ അടുത്ത് എത്തുന്നു, ഈ കുട്ടികളെ അവിടെ എന്ത് ചെയ്യാണ്, എത്തിക്കുകയാണ്. അപ്പോൾ തൻ്റെ ആ ഒരു ദൗത്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ മനുഷ്യൻ ചെയ്തു. സത്യത്തിൽ ഇദ്ദേഹത്തിനെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് ദയവ് ചെയ്ത് എല്ലാവരും കൊടുക്കുക. അദ്ദേഹം എറണാകുളത്താണെന്ന് തോന്നുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പോലെ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ഇറങ്ങി പുറപ്പെടുന്നവരുടെ കൂടെയാണ് ആളുകൾ വേണ്ടത്. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ ഒരു കുട്ടി ഇതുപോലെ ഭിക്ഷാടന മാഫിയകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാള് വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ കേട്ടു. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ കുട്ടികളെയൊക്കെ അടിക്കുന്ന കാണണം. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ ഇവിടെ അതെല്ലാം എടുത്ത് പ്ലേ ചെയ്യുന്നത് ശരിയല്ല. ഇത്ര എഫേർട്ട് ആ മനുഷ്യനിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ അതെടുത്ത് മുഴുവനായിട്ട് എൻ്റെ ചാനലിൽ ഇവിടെ കൊണ്ട് വെക്കാൻ പാടില്ല. അത് വലിയ അനീതിയാണ്. അദ്ദേഹത്തിന്റെ എഫേർട്ടിന് മിനിമം അദ്ദേഹത്തിന് റവന്യൂ കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. സത്യത്തിൽ അദ്ദേഹത്തെ പോലുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമ്മുടെ നാടിന് ഗുണമുണ്ടാവുന്നുണ്ട്. നമുക്കറിയാം, എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഈ കൊച്ചു കുട്ടികളെയും കൈപ്പിടിച്ച് നടക്കുന്ന നാടോടി സ്ത്രീകളാണ്. ഈ കുട്ടികൾ അവരുടേതാണോ എന്ന് നമുക്കറിയില്ല. ആ കുട്ടികളെയൊക്കെ ശരീരത്തിലുണ്ടാവുന്ന മുറിപ്പാടുകൾ കണ്ടു നോക്കണം. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? കുട്ടികൾ അടിക്കണ കാണണമെന്നേ. നമുക്ക് നമ്മുടെ ഹൃദയം പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് പലപ്പോഴും ഇവർ പെരുമാറുന്നത്. അപ്പോൾ ഇതിനെതിരെ ആരെങ്കിലും ശബ്ദിക്കാനായിട്ട് മുമ്പോട്ട് വരികയാണെങ്കിൽ അവർക്ക് മുഴുവൻ സപ്പോർട്ട് നമ്മൾ നൽകണം. ജെയിംസിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ എവിടെയെങ്കിലും മയക്കം പിടിച്ച് നിൽക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമായിട്ട് തന്നെയായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക. അദ്ദേഹത്തെ പോലുള്ളവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മളാണ് കൊടുക്കേണ്ടത്. അദ്ദേഹത്തിന് ജീവനാപത്തുണ്ടെന്നേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ചെറിയ ഗ്യാങ്ങുകളൊന്നുമല്ല. ഇവർക്ക് ഇന്ത്യ ഒട്ടാകെ ഇവർക്ക് നെറ്റ്വർക്ക് ഉണ്ടാവും. വലിയ മാഫിയ സംഘങ്ങളാണ്. അതിലെ കണ്ണികൾ മാത്രമാണ് ഈ കുട്ടികളെ കൊണ്ട് നടക്കുന്നവര്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പണി കിട്ടുന്ന രീതിയിൽ അദ്ദേഹം ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവന് പോലും ആപത്തുണ്ടാവും. അപ്പൊ നമ്മൾ ജനങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തെ പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.